നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയല്ലേ? ചേട്ടനിപ്പോ എന്തിനാ വന്നത്? ഞാൻ ഒരു കടലാസ് വെച്ചിരുന്നു, രാവിലെ എടുക്കാൻ മറന്നുപോയി. ട്രെയിൻ നോക്കാൻ കൊണ്ടുപോകാറുണ്ട്. പറഞ്ഞ് ഓടിച്ചു നോക്കാം. ഇല്ല, പ്രാവശ്യം ക്ഷമിക്കാൻ സാധ്യമല്ലടോ. താമലി ന്യായങ്ങൾ പറയുന്നവനല്ലേ? തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. പോയിക്കോളൂ. കിട്ടിയ അവസരം മുതലാളി ശരിക്കും ഉപയോഗപ്പെടുത്തി. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറ്റം ഗോപിയുടെ അല്ലേ? എന്തായി ഗോപി? എന്നെ ജോലിന്ന് പിരിച്ചുവിട്ടു. അപ്പോഴേ എന്റെ കടയിൽ പറ്റൊക്കെ തീർത്തിട്ട് പോകണം. അത് ഇപ്പോൾ ചോദിക്കുന്നത് ശരിയാണോ ചേട്ടാ? ഇയാളെ കൊടുത്ത് പിരിഞ്ഞു പോയാൽ പിന്നെ എന്റെ കാശ് ആര് തരും? ഞാനിങ്ങനെ അവിടെ കൊടുത്തു മുടിഞ്ഞാനാ. 2 ദിവസത്തിന് ഞാൻ കൊണ്ടുവന്ന് തരാം. അത് മതി. ഞാൻ പിടിച്ചെടുക്കണമൊന്നുമില്ല. 10 ചില്ലാനും രൂപയുണ്ട്. തന്നില്ലെങ്കിൽ ഞാൻ വാസു ചേട്ടനോട് എന്ന് പറയും. ദയവ് ചെയ്ത് ചേട്ടനോട് പറയരുത്. രൂപ ഞാൻ കൊണ്ടുതരാം. തന്നില്ലെങ്കിൽ ഞാൻ പോയി പറയും. എന്റെ ജോലി തിരികെ കിട്ടാൻ ഒന്ന് വർക്ക്ഷോപ്പ് മുതലാളോട് പറയണം. ചേട്ടൻ പറഞ്ഞാൽ കുറ്റം നമ്മുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഞാൻ പോയി പറയില്ല. ഞാൻ ഇതുവരെ ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ല, യാചിച്ചിട്ടുമില്ല. എനിക്ക് ജോലിയില്ലാതിരുന്നാൽ നിനക്ക് ഞാൻ ചോറ് തരലെന്ന് പറയുമോടാ? എല്ലാ ഭാരവും കൂടെ ചേട്ടൻ ചുമക്കേണ്ടി വരില്ലേ? കുറെ വർഷങ്ങളായില്ലേ ഞാൻ ഭാരം ചുമക്കാൻ തുടങ്ങി. വണ്ടിക്കാരൻ ഉറങ്ങുമ്പോഴും ഭാരവണ്ടിയുമായി തൂങ്ങി തൂങ്ങി നടക്കുന്ന കാളകളെ പോലെയാണ് ഞാൻ. ഭാരം ഭാരമല്ലാതായി തീർന്നിട്ടുണ്ട് എനിക്ക്. എന്നാൽ ഗോപി കൂടെ നമ്മുടെ തയ്യക്കടയിൽ നിൽക്കട്ടെ. ചേട്ടത്തി, ഞാൻ സഹായിക്കാം. ഉമയെന്താ ഇന്ന് ചേട്ടത്തിയമ്മേ ജോലിയിൽ സഹായിക്കുന്നുണ്ടല്ലോ? അരിക്കകത്ത് കല്ലുണ്ട്. കല്ല് കടിക്കുന്നത് സുഖമല്ല. പുത്തരിയിലെ കല്ല് കടിക്കുന്നത് മഹാ തകരാറാണ്. നീ എന്താ ജോലി നിർത്തിക്കളഞ്ഞത്? ജോലി നടക്കട്ടെ. സീതേ, അന്ന് ഗോപിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ ആ പയ്യന്റെ പേരെന്താ? ബാബു എന്ന് തോന്നുന്നു. ഒരിക്കൽ ഗോപി പറഞ്ഞു. ബാബു എന്ന് കേട്ടപ്പോ എന്താ നിന്റെ ജോലി നിന്നുപോയത്? എടാ ഗോപി, എടാ ഗോപി, ഇവിടെ നീ എന്നാണ് ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? എടാ നിന്നോടാണ് ചോദിച്ചത്. നീ എന്താ നിർത്തിക്കളഞ്ഞത്? നിന്റെ ജോലി നടക്കട്ടെ. ഞാൻ നീ 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 വേണ്ട, ഞാൻ എന്റെ പെങ്ങളോട് ചോദിച്ചോളാം. എടി, നീ എന്നാണ് ഡ്രൈവിംഗ് പഠിച്ചത്? കുറച്ച് നാളായി. ഗോപിയാണോ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? എടാ ഗോപി, പറയണം. എടാ നീയാണോ ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? എടാ നിങ്ങളോട് ചോദിച്ചത് നീയാണോ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? എനിക്ക് തയ്യലേ അറിയാവൂ, അതുപോലെ ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. എടാ ആരാണ് ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ബാബു എടി, നീയും ബാബുവും തമ്മിൽ പ്രേമത്തിലാണ്. ചോദിക്കുന്ന സമാധാനം പറയണം, എനിക്കതറിയണം. എടി,
നീയും ആ മുതലാളി പയ്യുമായി പ്രേമബന്ധത്തിലാണോ എന്ന് എനിക്കറിയണം. അതുകൊണ്ടാ ചോദിച്ചത്, പറയൂ. എന്റെ വീട് നശിക്കാൻ പോകുന്നു, നശിക്കാൻ പോകുന്നു. ബാബു എന്നെ വിവാഹം ചെയ്യും. ഇല്ല, അവന് തെരുവത്തോറും കാമുകിമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേൾക്കുന്നു. അവനുമായുള്ള കൂട്ടുകെട്ട് നിനക്ക് നല്ലതിനല്ല. അദ്ദേഹം അങ്ങനത്തെ ആളല്ല, ഒരിക്കലുമല്ല. എനിക്ക് നല്ലവണ്ണം അറിയാം. ഇല്ല, ഇതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഒരു വലിയ മുതലാളിയുടെ മകൻ ഒരു പാവപ്പെട്ട തയ്യൽക്കാരന്റെ സഹോദരി വിവാഹം കഴിക്കുക നല്ല കാര്യമല്ല. പട്ടുനൂലും വാഴനാലും ഏച്ചുകെട്ടിയാൽ അത് നിൽക്കില്ല. അനിയത്തി, പട്ടുനൂല് എന്ന് ഞാൻ പറഞ്ഞത് നിന്നെ ഉദ്ദേശിച്ചാണ്. നീയും ബാബുമായി ബന്ധപ്പെട്ടതിന്റെ ആദ്യ ഫലം എന്താണെന്ന് നിനക്കറിയാം. നിന്റെ സഹോദരന്റെ ജോലി പോയി. അർഹിക്കാത്തൊന്നും ആഗ്രഹിക്കല്ലേ എന്റെ പൊന്നനിയത്തി, ആഗ്രഹിക്കല്ലേ. എന്താ വാസേട്ടന്റെ കടയ്ക്ക് തീ പിടിച്ച്